ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാഘവൻ പറയാണ്, ഇനി ശാലിനിയെ കാത്തു നിൽക്കുന്നതിൽ കാര്യമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാണാവോ, നീ വിളിച്ചു നോക്കൂ വിഷ്ണു എന്ന് പറയാനിട്ടാ. അങ്ങനെ വിഷ്ണു തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സത്യഭാമ പറയണേ, ശരിയാണ് മോനെ, നീ വിളിക്കേ, ശാലിനിക്ക് വിളിക്കേ എന്ന് പറയണ്ട. അങ്ങനെ ശാലിനിക്ക് വിളിക്കാൻ ഫോൺ എടുക്കണേ. ഈ സമയമാണെങ്കിലോ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, സത്യം പറയുന്നുണ്ട്, രാമേട്ട ഒന്ന് സ്പീഡിൽ വണ്ടി വിട്, കാരണം പപ്പിയെ കാണാനായിട്ട് എനിക്ക് തിടുക്കമായി എന്ന് പറയണം. പക്ഷേ ശാലിനിയാണെങ്കിലോ തൻ്റെ കണ്ണുകൾ കൊണ്ട് പരതി കൊണ്ടിരിക്കുകയാണ്. അതായത് സുസ്മിത തൻ്റെ പിറകെ സുസ്മിതയുണ്ടോ, സത്യഭാമയുടെ അടുത്തോട്ട് എത്തുമോ, ഈ ഒരു പരിപാടി കുളമാക്കുമോ എന്ന പേടിയൊക്കെയാണ് കേട്ടോ ഇവിടെ ശാലിനിക്കുള്ളത് കേട്ടോ. അങ്ങനെ ശാലിനി വളരെ ടെൻഷനോട് കൂടി ഇങ്ങനെ സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് വന്നിറങ്ങുകയാണ്. ഇതേ സമയം ഫോൺ എടുത്ത് ശാലിനിക്ക് വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ശാലിനി വന്നിറങ്ങുന്നത് കേട്ടോ. അതോടുകൂടി സത്യഭാമ പറയണേ, വിഷ്ണു അവളെത്തിയല്ലോ എന്ന് പറയണേ. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ ശാലിനിയെ വരവേൽക്കാണ്. ആ സമയമാണ് സത്യ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നീടാണെങ്കിലോ ശാരദാമ്മയും ശാലിനിയാണ് കേട്ടോ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അതീവ സുന്ദരിയായി തന്നെ ശാലിനി ഇറങ്ങുന്നത് കാണുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സൊന്ന് കൈവിട്ട് പോകണം കേട്ടോ. കൂടെ ബാക്കിയുള്ളവരുടെയും തൻ്റെ കുഞ്ഞേച്ചിയുടെ കാണുന്ന ആ ഒരു എത്രയോ കാലത്തിന് ശേഷം നല്ല സുന്ദരിയായി തൻ്റെ കുഞ്ഞേച്ചി വിടർന്ന പുഞ്ചിരിയുമായി നിൽക്കുന്നത് കാണുമ്പോൾ ശ്യാമക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം സത്യഭാമയാണെങ്കിലോ ഇങ്ങനെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ സത്യഭാമ ശാലിനിയെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും കുഞ്ഞെന്ത് ചെയ്യും, പപ്പി എന്ത് ചെയ്യും, സത്യയെ കാണുമ്പോൾ ഹായ് സത്യ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലാണ് കേട്ടോ. അപ്പോഴേക്കും തിരിച്ച് മുറ്റത്ത് നിന്ന് തന്നെ സത്യ തിരിച്ച് പറയണേ, ഹായ് പപ്പി എന്ന് പറയുമ്പോൾ കയ്യിലുള്ള ആ ഒരു പാവയുണ്ടല്ലോ അതും അതുപോലെ സംസാരിക്കാൻ കേട്ടോ. ഹായ്, ഇത് കൊള്ളാലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പപ്പി പറയണേ, ഇത് ടാൾക്കിൻ ടോമാണ്, ഇതെൻ്റെ വിഷ്ണു അച്ഛൻ എനിക്ക് സമ്മാനിച്ചതാണ് എന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ അതും ആ പാവ പറയുന്നു കേട്ടോ. അപ്പോഴും ശാലിനി പിറകിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്. ഇനിയിപ്പോൾ സുസ്മിത വരുമോ എന്ന പേടിയോട് കൂടി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. ഈ സമയമാണെങ്കിലോ ഇങ്ങനെ കുഞ്ഞ് പിന്നീട് നീ ഇത്രയും ലേറ്റ് ആയത് എന്താ, നിന്നെ വെയിറ്റ് ചെയ്ത് എത്ര നേരമായി ഞാൻ ഇരിക്കുന്നു എന്നിങ്ങനെ പപ്പി സത്യയോട് ചോദിക്കുമ്പോൾ അതും ആ പാവ പറയുമ്പോൾ ഇത് കൊള്ളാലോടി, നമുക്കിത് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങ് ആ പാവയുമായി പിന്നീട് അങ്ങ് കയറിപ്പോകുന്നു കേട്ടോ. ഈ സമയം സത്യഭാമയാണെങ്കിലോ ശാലിനിയെ നിറകണ്ണുകളോടുകൂടി നോക്കുകയാണ്. നല്ല സന്തോഷത്തോടു കൂടി തന്നെ നോക്കുകയാണ്. തൻ്റെ മരുമകളാക്കാനുള്ള ആ ഒരു തത്രപ്പാട് തന്നെയാണ് സത്യഭാമയ്ക്ക് കാണുന്നത് കേട്ടോ. അങ്ങനെ ശാലിനിയും ശാരദാമ്മയും ഇങ്ങനെ മുന്നോട്ട് കയറി വരികയാണ്. ഈ സമയം ശാലിനിയെ വിഷ്ണു ആണെങ്കിലോ നല്ലൊരു ഇതോടുകൂടി തൻ്റെ ഭാര്യ തൻ്റെ വീട്ടിലോട്ട് കയറി വരികയാണല്ലോ. തൻ്റെ അമ്മ അംഗീകരിച്ച ആ പദവി കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം വിഷ്ണുവിൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ ശാലിനി വിഷ്ണുവിൻ്റെ വീടിൻ്റെ ഉമ്മറപ്പൊടി ചവിട്ടാൻ നിൽക്കുമ്പോൾ സത്യഭാമ കാണാൻ അലറി വിളിച്ചും കൊണ്ട് നിൽക്കവിടെ എന്നുള്ള ആ ഒരൊറ്റ പറച്ചിലിട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി ശാലിനിയുടെ ആ ഒരു ടെൻഷൻ കൂടി. കാരണം പിറകിൽ നിന്ന് ഇങ്ങനെ ശ്യാമയുടെ ജീവിതം തകർക്കാൻ ഇവിടെ സുസ്മിത വരുമെന്ന പേടിയിലാണല്ലോ ശാലിനി കയറി വരുന്നത്. അതിനിടയ്ക്കാണ് സത്യഭാമയുടെ വീടിൻ്റെ പടി ചവിട്ടാൻ ഒരുങ്ങുമ്പോഴേക്കും സത്യഭാമ നിൽക്കവിടെ എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് സത്യഭാമ ദേഷ്യത്തോടു കൂടി അകത്തോട്ട് കയറി പോകുന്നതാണ് കാണുന്നത്. ഇത് കാണുന്ന എല്ലാവരും അങ്ങ് ടെൻഷനാവണം. ഈ സമയമാണെങ്കിലും രാഘവൻ ഭാമ ഇനി എന്തായി പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും കേൾക്കാൻ സത്യഭാമ നിൽക്കുന്നില്ല. ഇതേ സമയം വിഷ്ണു ആണെങ്കിലും പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. അമ്മ എന്നും അങ്ങനെയാണല്ലോ, അടുത്ത് വരെ എത്തിച്ച് പിന്നീട് അത് കല ഒടുക്കുന്ന പരിപാടിയാണല്ലോ നമുക്കുള്ളത്. ആ ഒരു ലെവലിൽ ആ ഒരു ദുഃഖത്തോടു കൂടി നിൽക്കുമ്പോൾ കാണാം സത്യഭാമ ആരതി തട്ടുമായി വരുന്നത് കേട്ടോ. നിലവിളക്കുമായി വരുന്ന സത്യഭാമയെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം എല്ലാവർക്കും തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട്, വിളിച്ചു വരുത്തി അപമാനിക്കാൻ തന്നെയാണ് ഇപ്പോഴും അവർ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മയെ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങ് നാക്കുള്ളിലോട്ട് ഇട്ടില്ല. അപ്പോഴാണ് സത്യഭാമ നിലവിളക്കും ആരതി തട്ടുമായി മുന്നിലോട്ട് വരുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവും കേട്ടോ. അങ്ങനെ പൊന്നി ആ ആരതിയുമായി ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞ് സത്യഭാമ തൻ്റെ മരുമകളുടെ മുന്നിലോട്ട് എത്തട്ടോ. അങ്ങനെ സത്യഭാമ പിന്നീട് പൊന്നിയോട് കുറച്ച് കിണ്ടിയിൽ വെള്ളമൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ സത്യഭാമ ആ ആരതി തട്ടുണ്ടല്ലോ, അതായത് ആ പാത്രത്തിലോട്ട് കാല് വെക്കാൻ ശാലിനിയോട് ആവശ്യപ്പെടുകയാണ്. ഇത് വിശ്വസിക്കാനാവാത്ത ആ ഭാമ തന്നെയാണോ എന്നുള്ള ലെവലിൽ രാഘവനും നോക്കി നിൽക്കുന്നു, രോഹിത്തും ശ്യാമയിട്ടോ. ഇവിടെ ഇനി എന്തെങ്കിലും അത്ഭുതം നടക്കുന്നുണ്ടോ, അതോ ഇനി സത്യഭാമയുടെ ഈ മാറ്റത്തിന് പിറകിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന പേടിയിൽ വിഷ്ണു നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ശാലിനി, ഞാനെന്താ പറയുന്നത് കേൾക്കാത്തത്, നീ തട്ടിലോട്ട് നിൽക്ക്, നീ സാധാരണ ഒരു പെണ്ണല്ല, ഈ നാടിൻ്റെ കലക്ടറാണ്, ഈ നാട്ടുകാരെ ഭരിക്കുന്ന കലക്ടറാണ്. ആ കലക്ടർ ഈ വീട്ടിലോട്ട് ആദ്യമായി പഠിച്ചോട്ടുമ്പോൾ അവളെ അതിൻ്റേതായ ലെവലിൽ സ്വീകരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ തന്നെ ശാലിനിയുടെ
പാദങ്ങൾ കഴുകി കൊടുക്കുകയാണ് കേട്ടോ. ഇത് വിശ്വസിക്കാനാവുന്നില്ല. ശാരദാമ്മ, ഈശ്വര, ഞാൻ എന്താ ഈ കാണുന്നത്? ഇത് സ്വപ്നമോ അതോ ദുസ്വപ്നമോ അത് എന്ത് സ്വപ്നമോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശാരദാമ്മ. കാരണം ശാരദാമ്മക്ക് ഇത് വിശ്വസിക്കാനാവുന്നില്ല. കണ്ണുകൾ വീണ്ടും വീണ്ടും അടച്ചു നോക്കുകയാണ് സത്യമോ എന്നറിയാൻ. ഇതേസമയം ശാലിനി ആണെങ്കിൽ ഈശ്വര എന്തിൻ്റെ തുടക്കമാണ് ഇത് എന്ന ആ ഭാവത്തിൽ ശാലിനി നിൽക്കുന്നു കേട്ടോ. അപ്പോഴും ശാലിനി ബാക്കിലോട്ട് തിരിയുന്നു, സൈഡിലോട്ട് തിരിയുന്നു, അവൾ വരുന്നുണ്ടോ എന്നറിയാൻ. പക്ഷേ ഇതൊന്നും അറിയുന്നില്ല. സത്യയും പാപ്പിയും ആ പാവയുമായി അങ്ങ് പോയിട്ടും ഉണ്ടാവും കേട്ടോ. പിന്നീടാണെങ്കിലോ സത്യഭാമ ശാലിനിയുടെ പാദങ്ങളൊക്കെ കഴുകിക്കൊടുത്ത് ആരതി തട്ടെടുത്ത് ശാലിനിയെ ആരതി ഒഴിയണം കേട്ടോ. എന്നിട്ട് പറയണേ, നിൻ്റെ എല്ലാ ദൃഷ്ടിദോഷങ്ങളും പോട്ടെ. ഒരു IAS കാരിയാണ്, ഈ നാടിനെ ഭരിക്കുന്ന ഒരു IAS കാരിയാണ്, കണ്ണേറുണ്ടെങ്കിൽ അത് പോട്ടെ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദൃഷ്ടികളുടെ ആ ദോഷങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സത്യഭാമ അത് പോട്ടെ ഇത് പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല മറ്റുള്ളവർക്കെല്ലാം. ഇത് ഭാമ തന്നെ എന്ന ആ ലെവലിൽ നിൽക്കുമ്പോൾ സത്യഭാമ പറയാണ്, ഇനി ശാലിനി ഈ നിലവിളക്ക് നീ വേടിക്കേ, ഈ വീടിൻ്റെ പടി ചവിട്ടുമ്പോൾ വലത് കാല് വെച്ച് വേണം നീ ഈ വീട്ടിലോട്ട് കയറി വരാൻ. ഇനി നീ സാധാരണ ശാലിനിയല്ല, വിഷ്ണുവിൻ്റെ ഭാര്യ, അതായത് ഈ സത്യഭാമയുടെ മൂത്ത മരുമകൾ. ഇനി എന്നും ഈ വീട്ടിൽ താമസിക്കാനായി അകത്തോട്ട് കയറി വാ എന്നും പറഞ്ഞ് ശാലിനിയെ അകത്തോട്ട് വിളിക്കുമ്പോൾ ഇതൊന്നും കണ്ട് നിൽക്കാനാവാതെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ വിഷ്ണു പകച്ചു പോകണേട്ടാ. എന്താടാ നീ നോക്കി നിൽക്കുന്നത്? ശാലിനി ആരതി ഒഴിയുമ്പോൾ നിനക്കറിയില്ലേ ഒപ്പം നിൽക്കണമെന്ന്? ഒരു നിലവിളക്കെടുത്ത് ആദ്യമായി ഒരു പെണ്ണ് വീട്ടിലോട്ട് കയറി വരുമ്പോൾ അവളുടെ കൂടെ ഭർത്താവായി നീ ഉണ്ടാവണമെന്ന് നിനക്കറിയില്ലേ എന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു ശാലിനിയെ ചേർന്ന് നിൽക്കുന്നു കേട്ടോ. ഈ സമയം സത്യഭാമയുടെ ഈ പ്രവൃത്തി കാട്ടിക്കുട്ടിലൊക്കെ കണ്ടിട്ട് ശാരദാമ്മ ചോദിക്കണം, മോളെ ഇതെന്താണ്, ഇത് സത്യം തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പോലും അത്ഭുതമായിരിക്കുകയാണ് സത്യഭാമയുടെ ഈ പ്രവൃത്തി. സത്യഭാമ കുഞ്ഞേച്ചിയെ സ്വീകരിച്ചിരിക്കുന്നു. ഈശ്വര, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഈശ്വരൻ തന്നല്ലോ എന്ന് ശാരദാമ്മ പറയുന്നു കേട്ടോ. ഇതേ സമയമാണെങ്കിലും സത്യയും പപ്പയും സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. ആഹാ, ഇത് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ ഈ പാവ. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും ഈ പാവ പറയും, അതുപോലെ നീ എന്ത് പറഞ്ഞാലും ഈ പാവ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങണം. ലാസ്റ്റിലാണ് ഇനി ആ ഫോൺ കോളിലോട്ട് എത്തുന്നത് കേട്ടോ. ഈ സമയം സത്യഭാമ ശാലിനിയോട് പൂജാമുറിയിൽ നിലവിളക്ക് കൊണ്ടുവച്ച് മോള് നന്നായി പ്രാർത്ഥിക്കുമെന്ന് പറയണേ. അങ്ങനെ ശാലിനി പൂജാമുറിയിൽ നിലവിളക്ക് കൊണ്ടുവച്ച് നന്നായി പ്രാർത്ഥിക്കണം. പിന്നീട് വിഷ്ണുവിൻ്റെ കയ്യിൽ സിന്ദൂരം എടുത്തു കൊടുത്ത് അവളുടെ നെറ്റിയിൽ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ടോ. ഈ സമയം സത്യാമ്മ തൻ്റെ കൂട്ടുകാരികളോട് പറയണേ, ഇവളും ഞാനുമായി പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് മുതൽ ഇവൾ ഈ വീടിൻ്റെ മരുമകളാണ്, ഇനി മുതൽ ഇവൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത്, എൻ്റെ മരുമകളായി ഇവിടെ തുടരുമെന്നൊക്കെ പറയുമ്പോഴും ശാലിനി പുറത്തോട്ടാണ് കേട്ടോ നോക്കുന്നത്. അവൾ വരുന്നുണ്ടോ? സുസ്മിത ആ തെളിവുമായി അവൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ശ്യാമയുടെ രോഹിത്തിൻ്റെ ഇപ്പോൾ കാണുന്ന ഈ പുഞ്ചിരി ഉണ്ടല്ലോ അത് തകരുമെന്നിങ്ങനെ മനസ്സിലാക്കണം. അപ്പോഴാണ് ശാരദാമ്മ പറയുന്നത്, ശ്യാമേ അടിപൊളിയായിണ്ടല്ലോ, സത്യാമ്മേ നല്ല ഭംഗിയുണ്ട്, അലങ്കാരങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് കേൾക്കുന്ന സത്യഭാമയുടെ കൂട്ടുകാരികൾ പറയണേ, എങ്ങനെ അടിപൊളിയാകാതിരിക്കും സത്യാമ്മ? കാരണം സത്യഭാമയുടെ മരുമകളാണല്ലോ ഈ വന്നിരിക്കുന്നത്. അതും വെറും മരുമകളല്ലല്ലോ, നാടിനും നാട്ടുകാർക്കും ഒക്കെ കണ്ണിലുണ്ണിയായ കലക്ടർ ശാലിനിയല്ലേ, വിഷ്ണു ശാലിനി അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശാലിനിയും സത്യഭാമയും ഒക്കെ പുകഴ്ത്തി സംസാരിക്കുന്നത് കാണുമ്പോൾ സത്യഭാമയ്ക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ പിന്നീട് സത്യഭാമ അവിടെ നിന്ന് പോവാണ്. പിന്നീട് ഒരുപാട് സ്വർണ്ണാഭരണ പെട്ടി, അതായത് ആ സ്വർണത്തിൻ്റെ ആ പെട്ടിയുമായി സത്യഭാമ ശാലിനിക്ക് മുന്നിൽ വരികയാണ്. ശാലിനിയാണെങ്കിൽ ഇത് എന്ത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേസമയം സത്യഭാമ പറയണേ, ഇനി നീ എൻ്റെ മരുമകളാണ്, വെറും ശാലിനിയല്ല, വിഷ്ണു ശാലിനിയാണ്, IAS കാരിയാണ്. അതുകൊണ്ട് തന്നെ IAS നേടിയെടുത്ത നിനക്ക് ഞാൻ എന്തെങ്കിലും സമ്മാനം നൽകണ്ടേ? ഇതിലിരിക്കുന്ന മുഴുവൻ സ്വർണ്ണങ്ങളാണ്, ഈ സ്വർണ്ണം നീ ധരിക്കണമെന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ശാലിനി ഇതൊക്കെ എന്ത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവരുടെ മാറ്റത്തിന് പിറകിൽ എന്ത് എന്ന് വിശ്വസിക്കാനാവാതെ ശാലിനി നോക്കി നിൽക്കുക തന്നെ ചെയ്യുന്നു കേട്ടോ.